പഴുത്ത മാങ്ങ വെച്ച് കണ്ണൂർക്കാരുടെ മാങ്ങാപ്പെരക്ക് തയ്യാറാക്കാം. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ്. ചോറിൻ്റെ കൂടി ഇത് മാത്രം മതിയാകും. അതുപോലെ വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നല്ല പഴുത്ത ഒരു മാങ്ങ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നല്ല മധുരമുള്ള മാങ്ങ വേണം കേട്ടോ ഇതിന് എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം സവാള ചെറുതായി അരിഞ്ഞത് ചേർത്തിട്ട് ഉപ്പും ആ സവാളയും മാങ്ങയും കൂടി നല്ലപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. നല്ലപോലെ ഒന്ന് ഞെരടിയിട്ട് ഇത് സൈഡിലേക്കൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. ഇനി ഒരു 1/4 കപ്പ് തേങ്ങയിലേക്ക് നമുക്ക് 1-2 കായ്മുളക് ചേർത്ത് കൊടുക്കാം. ഇത് ഞാൻ എണ്ണയിൽ ഫ്രൈ ചെയ്തതാണ്. നിങ്ങൾക്ക് ചുട്ടിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചേർക്കാം കേട്ടോ. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ കട്ട തൈരും ചേർത്തിട്ട് ഒന്ന് ഒതുക്കിയെടുക്കുന്നുണ്ട്. പിന്നെ ഒരു ഇത്തിരി കടുകും ചേർത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്ത് കൊണ്ടുവരാം. അത് നമുക്ക് ഈ ഒരു മാങ്ങയിലേക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് വേണമെങ്കിൽ ഒരു ഇത്തിരി വെള്ളവും ചേർത്തിട്ട് ഇത് ഒന്ന് ഇത്തിരി ലൂസാക്കി എടുക്കാം. കുറച്ച് കട്ടിയിലാണെങ്കിൽ അങ്ങനെ തയ്യാറാക്കി എടുക്കാം കേട്ടോ. അങ്ങനെയാണെങ്കിൽ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടിയും ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ചൊന്ന് താളിച്ചൊഴിക്കാനുണ്ട്. വെളിച്ചെണ്ണയിലേക്ക് കടുക്, കറിവേപ്പില, വറ്റൽമുളക്, അതുപോലെ തന്നെ ഒരിത്തിരി മുളക് പൊടിയും ചേർത്തിട്ട് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടി ചേർക്കുന്നതാണ്. അങ്ങനെയും ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് സെർവ് ചെയ്യാം. അല്ലെങ്കിൽ ഒരു നുള്ള് കായപ്പൊടി നമുക്ക് വറുക്കുന്ന സമയത്ത് ചേർക്കാം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ്. ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ.